ഏഷ്യാനെറ്റ് അടക്കമുള്ള കുത്തക ചാനലുകൾക്കെതിരെ വടിയെടുത്ത് കേരള വിഷൻ. ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന എന്റർടൈൻമെന്റ് ചാനലുകൾ പേ ചാനലായതോടെയാണ് ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ചാനലുകൾ ഫ്രീ എയർ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കേരള വിഷന്റെ തീരുമാനം. ദിവസങ്ങൾക്ക് മുൻപ് ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന് കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. പുലിയെ അടിയന്തരമായി പിടിക്കുവാൻ 4 ക്യാമറകളും കൂടും സ്ഥാപിക്കും. നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന മണ്ണിൽ നിന്നും കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ആലത്തൂർ വെണ്ണൂർ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ അവകാശ സമര പ്രഖ്യാപനം നടത്തി. അന്നമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഏഷ്യാനെറ്റ് അടക്കമുള്ള കുത്തക ചാനലുകൾക്കെതിരെ വടിയെടുത്ത് കേരള വിഷൻ. ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന എന്റർടൈൻമെന്റ് ചാനലുകൾ പേ ചാനലായതോടെയാണ് ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ചാനലുകൾ ഫ്രീ എയർ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കേരള വിഷന്റെ തീരുമാനം വന്നിട്ടുള്ളത്. ഇത് പ്രകാരം കേരള വിഷൻ ചാനൽ പാക്കേജുകളിൽ കോർപ്പറേറ്റ് ചാനൽ ഉണ്ടാവില്ല. ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന എന്റർടൈൻമെന്റ് ചാനലുകൾ പേ ചാനലായതോടെയാണ് ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ചാനലുകൾ ഫ്രീ എയർ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കേരള വിഷന്റെ തീരുമാനം വന്നിട്ടുള്ളത്. എന്നാൽ ആവശ്യക്കാർക്ക് പ്രത്യേക അഭ്യർത്ഥന പ്രകാരം കൂടുതൽ പണം നൽകി കേബിൾ TV ഓപ്പറേറ്റർമാർ വഴി ചാനൽ ലഭ്യമാക്കും. പുതിയ മാനദണ്ഡം അനുസരിച്ചുള്ള വാർത്താക്കുറിപ്പും കേരള വിഷൻ ഔദ്യോഗികമായി പുറത്തിറക്കി. ഏഷ്യാനെറ്റ് 2010-11 മുതൽ ഫ്രീ ടു എയർ ചാനലിൽ നിന്ന് പേ ചാനൽ ആവുകയും പിന്നീട് വിവിധ കമ്പനികളുമായി ലയനം നടത്തി അവസാനം ജിയോ ഹോട്ട്സ്റ്റാർ ലയനത്തിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചാനലുകളുള്ള വലിയ ബൊക്കെയായി മാറിയിരിക്കുകയുമാണ്. ഈ ബൊക്കെയിൽപ്പെട്ട ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, സ്റ്റാർ സ്പോർട്സ്, സ്പോർട്സ് 18 തുടങ്ങിയവ ഉൾപ്പെടുന്ന ബൊക്കെയ്ക്ക് ജിയോയുമായുള്ള ലയനത്തിനു ശേഷം ഭീമമായ നിരക്ക് വർധനവ് നടപ്പാക്കിയതിനാൽ 2025 ഏപ്രിൽ 1 മുതൽ കേരള വിഷന്റെ ചാനൽ പാക്കേജുകളിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മേൽപ്പറഞ്ഞ ചാനലുകൾ ഉൾപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. എന്നാൽ ഈ ചാനലുകളെല്ലാം പ്രത്യേക ബൊക്കെ ആയോ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ മുഖേന അഡീഷണൽ പേയ്മെന്റ് നൽകിക്കൊണ്ട് സ്വീകരിക്കാവുന്നതാണെന്നും കേരള വിഷൻ അറിയിച്ചിട്ടുണ്ട്. നാളിതുവരെ കേരള വിഷന് പ്രേക്ഷകർ നൽകി വരുന്ന എല്ലാവിധ സഹകരണങ്ങൾക്കും 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നുവെന്നും അതോടൊപ്പം ഭീമമായ നിരക്ക് ചുമത്തിക്കൊണ്ട് പ്രേക്ഷകരുടെ ആസ്വാദനത്തെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റ് നയങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് മാന്യപ്രേക്ഷകർ കേരള വിഷൻ ഓപ്പറേറ്റർമാരോട് സഹകരിക്കണമെന്നും കേരള വിഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ദിവസങ്ങൾക്ക് മുൻപ് ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന് കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. പുലിയെ അടിയന്തരമായി കെണിയിൽപ്പെടുത്തി പിടിക്കുവാൻ 4 ക്യാമറകളും കൂടും സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു. കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് പുറമെ വനംവകുപ്പ്, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചിറങ്ങര, മംഗലശ്ശേരി, ചെറ്റാരിക്കൽ, കൊരട്ടി മേഖലകളിലെ ആരാധനാലയങ്ങളിൽ വെളുപ്പിനും രാത്രിയും നടക്കുന്ന പ്രാർത്ഥനകൾ പകൽ നേരത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകാനും പുലിയെ സംബന്ധിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് പോലീസ് ആക്ട് പ്രകാരവും IT ആക്ട് അനുസരിച്ചും കേസെടുക്കാനും യോഗം തീരുമാനിച്ചു. ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് എടുക്കുവാനും സ്വകാര്യ ഭൂമിയിലെ അടിക്കാടുകൾ വെട്ടുവാൻ അടിയന്തരമായി നോട്ടീസ് നൽകാനും യോഗത്തിൽ തീരുമാനമായി. പൊതു ഇടങ്ങളിലെ കാടുകൾ പഞ്ചായത്ത് നേരിട്ട് നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നും ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ RRT അംഗങ്ങൾ സ്ഥലം മുഴുവൻ സമയം നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചർ ജിഷ്മ ജനാർദ്ദനൻ യോഗത്തിൽ അറിയിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, കൊരട്ടി സബ് ഇൻസ്പെക്ടർ CP ഷിബു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ആൽബിൻ ആന്റണി, KP അസീസ്, വില്ലേജ് ഓഫീസർ ഇൻചാർജ് സജീവ് P, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത KA, പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പള്ളി, PS സുമേഷ്, ഗ്രേസീസ് കറിയ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊരട്ടി. നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന മണ്ണിൽ നിന്നും കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ആലത്തൂർ വെണ്ണൂർ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ അവകാശ സമര പ്രഖ്യാപനം നടത്തി. അന്നമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് PV ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ TK ഗോപി അധ്യക്ഷത വഹിച്ചു.
നമുക്കറിയാം ആലത്തൂരിനെ സംബന്ധിച്ച് വളരെ സാഹോദര്യത്തോടുകൂടി കഴിയുന്നൊരു പ്രദേശത്തിനകത്ത് ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഐക്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി നിൽക്കേണ്ട ഒരു പ്രദേശത്ത് അത് തകർത്തുകൊണ്ട് മനുഷ്യനെ തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായും ജാതിപരമായും തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിഘടനങ്ങളുണ്ടാക്കി സ്വയം സ്വത്താർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കുൽസിത ശ്രമങ്ങൾ നമ്മുടെ നാടിനകത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം അതിനെ തിരിച്ചറിയേണ്ടതും അതിനെ നിയമപരമായും സാമൂഹ്യപരമായും അത്തരം കാര്യങ്ങളെ ഭരണപരമായും നേരിടേണ്ടത് ഒരു പ്രദേശത്തിൻ്റെ ഒരു കടമ കൂടിയാണ്. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആലത്തൂർ വെണ്ണൂർ ദേവസ്വത്തിന് കീഴിൽ 237ഓളം ഏക്കർ ഭൂമിയുണ്ടായിരുന്നു. അവിടെ കാലങ്ങളായി താമസിച്ചിരുന്ന സാധാരണ മനുഷ്യരും ഇടത്തരം കൃഷിക്കാരും 1957 വന്ന ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഫലമായി ഭൂമിയുടെ കൈവശക്കാരായി മാറിയവരാണ്. എന്നാൽ 2022 ഒരു സ്വകാര്യ വ്യക്തി ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള 50 ഏക്കർ ഭൂമിയിൽ അതിൽ താമസിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ ഭൂമി കയ്യേറിയവരാണെന്നും കാണിച്ച് തൃശൂർ ജില്ലാ കോടതിയിൽ ഒരു വ്യവഹാരം ബോധിപ്പിച്ചു. എന്നാൽ 2022 ഒരു സ്വകാര്യ വ്യക്തി ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള 50 ഏക്കർ ഭൂമിയിൽ അതിൽ താമസിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ ഭൂമി കയ്യേറിയവരാണെന്ന് കാണിച്ച് തൃശൂർ ജില്ലാ കോടതിയിൽ വ്യവഹാരം ബോധിപ്പിച്ചിരിക്കുകയാണ്. ആദ്യം സർക്കാരിനെതിരെയും അടുത്തിടെ പരിസരവാസികളായ ഏതാനും നാട്ടുകാരെയും ഇതിൽ പ്രതി ചേർത്തിരിക്കുകയാണ്. അപേക്ഷിച്ച പട്ടയങ്ങൾ അനുവദിക്കരുതെന്നും നൽകിയ പട്ടയങ്ങൾ ചമച്ചിട്ടുള്ള ആധാരങ്ങൾ കൃത്രിമമാണെന്നും എല്ലാമാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളതെന്ന് സമരക്കാർ പറഞ്ഞു. മുഴുവൻ പേർക്കും പട്ടയം കിട്ടണം. അതിനാവശ്യമായ ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോയി ഇത് ജനങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ്. ഇവിടെ ഒരു മത ജാതി വ്യത്യാസമില്ലാതെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഈ നാട് മറ്റേ ഗുരുദേവൻ പറഞ്ഞ പോലെ മതഭേദമില്ലാതെ സോദരത്വനെ വാഴുന്ന ഒരു നാടാണ്. അങ്ങനെ ഒരു നാട്ടിൽ വന്നിട്ട് ഒരു വിഷം കലക്കി ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു ഏർപ്പാടുമായിട്ട് പോകാൻ ആരും അനുവദിക്കാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇതിന്റെ ഇപ്പോൾ നമ്മുടെ ജില്ലാ കോടതിയിൽ ഇതുമായി ഇങ്ങനത്തെ 9 കേസ് വന്ന് ഞാൻ ഇന്നലെ നമ്മുടെ സുനിൽകുമാർ വക്കീലാണ് ഇപ്പോൾ ഇതിന്റെ ഗവൺമെന്റ് ലീഡർ. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് 9 കേസ് ഇതേ മോഡലിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ചില അറ്റംപ്റ്റുകളുടെ ഭാഗമായിട്ട്. അപ്പൊ ഇതൊരു ട്രെൻഡാണ്. ഇപ്പോൾ ആ ട്രെൻഡ് ഇപ്പം ഉണ്ടാവാനുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിന്റെ കുഴപ്പം. ചില ആളുകൾക്ക് വീണ്ടും ഈ പഴയ കാലമൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോന്ന് അറിയില്ല. അങ്ങനെ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപനം നടത്തിയത്. അന്നമനട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജയരാമൻ, സമിതി കൺവീനർ KS ആനന്ദ്, CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ, SNDP മാള യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ, SNDP ചക്കാമറമ്പ് ശാഖാ പ്രസിഡന്റ് ശ്രീലത സിജു, ഇന്ദിരാ ദിവാകരൻ, TK സതീശൻ, V ഷാനവാസ്, ബിനിൽ പ്രതാപ്, ആലത്തൂർ വെണ്ണൂർ ഭൂസംരക്ഷണ സമിതി അംഗം CK പുഷ്പൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽത്ത് കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഒരുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രൈമറി തലത്തിൽ തയ്യാറാക്കുന്ന ഹെൽത്തി കിഡ്സ് പാഠപുസ്തകങ്ങളിലൂടെ പരിശീലനം അവധിക്കാലത്ത് അധ്യാപകർക്ക് നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായികരംഗത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാകുന്നതിന് PG കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കായിക പ്രവർത്തനം വിപുലമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഈ അവധിക്കാലത്ത് ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായികമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ മേഖലയിലുള്ള PG കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് മാനേജ്മെൻറ്റ് അടക്കമുള്ള 5 കോഴ്സുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ
ആരംഭിക്കാൻ തീരുമാനിക്കും. ഇത് പല കോളേജുകളിലും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ കായിക നയം രൂപീകരിച്ച് 196 പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മിച്ചു. നിരവധി പഞ്ചായത്തുകളിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 49 സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കായിക അധ്യാപകരുടെ കുറവ് പരിഹരിക്കുന്നതിനായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച 2 വിദ്യാലയങ്ങൾക്ക് ഒരു കായികാധ്യാപകൻ എന്ന മാതൃകാ പദ്ധതി മുന്നോട്ട് വച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മന്ത്രി അനുമോദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും CC മുകുന്ദൻ MLAയുടെ ആസ്തി ഫണ്ടും ഉപയോഗപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. ഫുട്ബോൾ കോർട്ട്, ഗ്യാലറി, അക്രിലിക് ബാഡ്മിന്റൺ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്സ്, 3 വരികളോടെ ഗാലറി, 6 മീറ്റർ ഉയരത്തിൽ നൈലോൺ നെറ്റ് ഉപയോഗിച്ച് ഫെൻസിംഗ് എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. ആധുനിക നിലവാരത്തിലുള്ള ക്യൂഷൻ ലെയർ ഫുട്ബോൾ കോർട്ട് 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ EPM അഷഫ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, എറണാകുളം ഡയറക്ടറേറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ CS രമേശ്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ CR ഷൈൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, വാർഡ് മെമ്പർ EP അജയഘോഷ്, വലപ്പാട് AO KV അമ്പിളി, തളിക്കുളം BRCയിലെ BPC TV ചന്ദ്രകുമാർ, തളിക്കുളം BRC BPC TV ചിത്രകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. MLA VR സുനിൽകുമാറിന്റെ വികസന ഫണ്ട് വിനിയോഗിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ കാവിൽക്കടവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 12 ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിന്റെ ഉദ്ഘാടനം തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. 9,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 12 കുടുംബങ്ങൾക്കാണ് 155 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഫ്ളാറ്റുകൾ കൈമാറിയത്. വർഷങ്ങളായി കാവിൽക്കടവിൽ നഗരസഭയുടെ ലാൻഡിംഗ് പ്ലേസിൽ കുടിലുകളിൽ താമസിച്ചിരുന്ന പാവപ്പെട്ടവർക്കാണ് വീടുകൾ നൽകിയത്. 2 കിടപ്പുമുറികൾ, അടുക്കള, ഹാൾ, ശുചിമുറി ഉൾപ്പെടെ 650 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റുകളാണ് നൽകിയത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത്. ഇതോടുകൂടി ലൈഫ് പദ്ധതി ഉൾപ്പെടെ നഗരസഭ 1542 വീടുകളാണ് ഭവനരഹിതരായ ഗുണഭോക്താക്കൾക്ക് നൽകിയത്. കൂടാതെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് സാനിറ്ററി ഡയപ്പർ സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ, താലൂക്ക് ആശുപത്രിയിലും ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും മലിനജലം സംസ്കരിക്കുന്നതിനുള്ള STP പ്ലാന്റുകൾ എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇവിടെ വേറെ 2 ഉദ്ഘാടനം കൂടിയുണ്ട്. അതിലൊന്ന് ഈ സാനിറ്ററി മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഡയപ്പർ, പാഡ് ഇതൊക്കെ സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്ററിൻ്റെ നിർമ്മാണോദ്ഘാടനം ആണ്. അതോടൊപ്പം ഒരു ദ്രവമാലിന്യ പ്ലാന്റിൻ്റെ നിർമ്മാണോദ്ഘാടനവും. അത് 2ഉം കൂടി നിർവഹിച്ചതായി ഞാൻ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. നഗരസഭയെ പ്രത്യേക അഭിനന്ദിക്കുന്നു. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഈ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള നടപടികൾക്ക്. ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ സ്ഥാപിക്കണമെന്ന് സർക്കാർ നേരത്തെ നിഷ്കർഷിച്ചതാണ്. ഇപ്പോൾ ഇവിടെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനും നഗരസഭ മുൻകൈ എടുത്തിരിക്കുന്നു. ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ പ്രത്യേകം സന്തോഷത്തോടുകൂടി നഗരസഭയെ, ചെയർപേഴ്സണെ അഭിനന്ദിക്കുക. കൂടുതൽ ഒരു പ്രസംഗത്തിനും മുതിരുന്നില്ല. ലൈഫിൽ ഇതുവരെ കേരളത്തിൽ പണി പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം 4,32,159. പണി പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം. പണി നടന്നുകൊണ്ടിരിക്കുന്നത് 1,11,950. 2ഉം കൂടി ചേർത്താൽ 5,44,959 പേർക്ക് ലൈഫിൽ ആനുകൂല്യം നൽകി കേരളത്തിൽ. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കൗൺസിലർമാരായ KR ജയത്രൻ, രതീഷ് VB, TS സജീവൻ, VM ജോണി, രേഖ സനൽ പ്രകാശ്, നഗരസഭാ സെക്രട്ടറി NK വൃജ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്.
പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. വിളവെടുത്തു തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. കുണ്ടായി ഹാരിസൺ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള പുഴയോരത്തെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. പുഴ കടന്നെത്തിയ ആനകൾ കൊക്കോ മരങ്ങൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ പാടുകളിൽ ആനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനയിൽ ഇറങ്ങി ഭീതി പരത്തിയിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാട് കയറ്റാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കമ്പിവടി കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അടക്കം 2 പേർ അറസ്റ്റിൽ. ഈസ്റ്റ് കോമ്പാറ കുഴിക്കണ്ടത്തിൽ വീട്ടിൽ ഷെരീഫ്, ചാലമ്പാടം വിളക്കനാടൻ വീട്ടിൽ സോണി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട കോലോത്തുംപടിയിൽ വെച്ച് വേളൂക്കര കോലോത്തുംപടി സ്വദേശിയായ തെക്കേടത്ത് വീട്ടിൽ ഹരിദാസിനെ കഴിഞ്ഞ ദിവസം രാത്രി കമ്പിവടി കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ഹരിദാസ് സോണിയെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് ഇവർ 2 പേരും ചേർന്ന് ഹരിദാസിനെ ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സോണിയെ ഇരിങ്ങാലക്കുട മടത്തിക്കര ലൈനിൽ നിന്നും ഷെരീഫിനെ കാട്ടൂർ കീഴ്ത്താണിയിൽ നിന്നുമാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം.എസ്, സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വർക്കി, എഎസ്ഐ ഉമേഷ് കെ.വി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് എം.ആർ, ദേവേഷ്, രാഹുൽ, സിവിൽ പോലീസ് ഓഫീസർ മുരളീകൃഷ്ണ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ 1-ാം തീയതി, ഈ 1-ാം തീയതിയാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ്റെ അവരിപ്പോൾ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ. അതോടൊപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ധനകാര്യമന്ത്രി എന്ന റെക്കോർഡ് അവർക്ക് തന്നെയാണ്. അത് തുടർച്ചയായി ചെയ്തു വരുന്നതാണ്. എന്നാൽ ഈ തവണ മുമ്പൊരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ, കേരളത്തിലെ ജനങ്ങളെ വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന അത്രയും കടുത്ത ശത്രുത മനോഭാവത്തോടു കൂടിയാണ് നടപടികളെടുത്തത്. നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ് കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഭരിക്കുന്നത്. ഭരണഘടന അനുസരിച്ചാണ് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും തെരഞ്ഞെടുപ്പ്. ഭരണഘടനയുടെ വകുപ്പുകൾ, അനുച്ഛേദങ്ങളൊക്കെ അനുസരിച്ചാണ് അധികാരങ്ങൾ എല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 അധ്യായം 4 കൃത്യമായി ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ പോലുള്ള മഹാത്മാ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഇതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതി, സമത്വം, തുല്യത. CPM മാള ഏരിയ സെക്രട്ടറി K. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവീനർ KV വസന്തകുമാർ, KG ശിവാനന്ദൻ, M. രാജേഷ്, T. ശശിധരൻ, MR അപ്പുക്കുട്ടൻ, CC വിപിൻ ചന്ദ്രൻ, മുഷ്താഖ് അലി, ഡേവിസ് കണ്ണമ്പള്ളി, വേണു വെണ്ണറ, റഹീം പള്ളത്ത, ബിനിൽ പ്രതാപ്, ക്ലിഫി കളപ്പറമ്പത്ത്, SA റിയാസ് എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കമ്മിറ്റി പറഞ്ഞ് വീണ്ടും മെമ്പർമാരെ അറിയിച്ചപ്പോൾ ഒരു 20 അപേക്ഷയും കൂടിയും കിട്ടി. ഇപ്പോൾ ടോട്ടൽ 70 അപേക്ഷകൾ കിട്ടി. എന്നാൽ രേഖകളടക്കം കിട്ടിയിരിക്കുന്നത് 40 പേർക്ക് ഉള്ളതാണ്. ആ 40 പേരെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. വീണ്ടും രേഖകൾ കൊണ്ടുവരുന്ന മുറയ്ക്ക് ഈ 70 പേർക്കും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ 10 പേർക്കുള്ളതും കൂടി കിട്ടുകയാണെങ്കിലാണ് നമുക്ക് ഏൽപ്പിച്ച് നമ്മൾ അതിനുള്ള ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. കാരണം ഈ റിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാപ്സാക്കി കളയാൻ പറ്റില്ല. അതിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നത് ചെയ്ത് കൊടുത്താലോ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു. ഇന്ന് റിവിഷനായിരുന്നു, അപ്പോൾ അതിക്ക് മുൻപ് കൊടുത്താലാണ് ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ SC കുട്ടികൾക്ക് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഓരോ വാർഡുകളിലേക്കും ഓരോന്ന് വെച്ചങ്ങാണ്ട് 20 വാർഡുകളിലേക്കും നമ്മൾ ഗുണഭോക്താക്കൾ ക്ഷണിക്കുകയും അവരുടെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഏത് മേഖലയിലേക്കാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്കാണ് നമുക്ക് അതും കൊടുക്കാൻ സാധിക്കുള്ളൂ. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. സിനി ബെന്നി, സിന്ധു അശോക്, PA വിൻസി തുടങ്ങിയവർ സംസാരിച്ചു.
സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അനധികൃത മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ കൊടുങ്ങല്ലൂർ നഗരസഭ 37-ാം വാർഡ് കൗൺസിലറുടെയും വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ SHO അരുൺകുമാർ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചള്ളിയിൽ, CDS മെമ്പർ ഷൈന പ്രദീപ് എന്നിവർ സംസാരിച്ചു. ചെമ്പുച്ചിറ GHS സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ശാസ്ത്രോത്സവവും ഗണിതോത്സവവും സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്റ്റേഴ്സ് കൃപാകൃഷ്ണൻ, സീനിയർ അധ്യാപിക ഗീത KG, നാൻസി KM, രമാദേവി KM എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി. പൊതുയോഗങ്ങളിൽ പകുതിയിലധികം അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ ഭരണസമിതിയെ പിരിച്ചുവിടാം എന്ന പുതിയ നിയമം റദ്ദാക്കുക, സഹകരണ ബാങ്കുകളിലെ ജപ്തി നടപടികളിൽ വ്യക്തത വരുത്തുക, കേരള ബാങ്കിന്റെ അശാസ്ത്രീയമായ പലിശ നിർണയം പുനഃപരിശോധിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി താലൂക്ക് ജനാധിപത്യ മുന്നണി ധർണ നടത്തി. ചാലക്കുടി കേരള ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ ധർണ നടത്തി. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജനാധിപത്യ വേദി താലൂക്ക് ചെയർമാൻ OS ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് കൺവീനർമാരായ VL ജോൺസൺ, ED സാബു, KEF താലൂക്ക് സെക്രട്ടറി സിൻഡോ മാത്യു, MK ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോസ്റ്റ് ഓഫീസ് ധർണ കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ഉദ്ഘാടനം ചെയ്തു. LDF മണ്ഡലം കൺവീനർ KS അശോകൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA BD ദേവസി, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, ജോസ് J പൈനാട്, ഡെന്നിസ് K ആന്റണി, പോളി ജോസ് പൈനാട്, VI പോൾ, സാബു സുൽത്താൻ, ഷോജൻ ഡി വിധേയത്തിൽ, CP സജീവൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യാനെറ്റ് അടക്കമുള്ള കുത്തക ചാനലുകൾക്കെതിരെ വടിയെടുത്ത് കേരള വിഷൻ. ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന എന്റർടൈൻമെന്റ് ചാനലുകൾ പേ ചാനലായതോടെയാണ് ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ചാനലുകൾ ഫ്രീ എയർ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കേരള വിഷന്റെ തീരുമാനം. ദിവസങ്ങൾക്ക് മുൻപ് ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന് കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചുചേർത്ത യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. പുലിയെ അടിയന്തരമായി പിടിക്കുവാൻ 4 ക്യാമറകളും കൂടും സ്ഥാപിക്കും. നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന മണ്ണിൽ നിന്നും കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ആലത്തൂർ വെണ്ണൂർ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ അവകാശ സമര പ്രഖ്യാപനം നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.